സ്വാഗതം. ഉറക്കെ ഉച്ചത്തിൽ ഇലക്ഷൻ സ്പെഷ്യൽ കാസർഗോഡ് മണ്ഡലത്തിലൂടെയുള്ള യാത്രയാണ്. ഇന്നലെ കാഞ്ഞങ്ങാട്ടായിരുന്നു, ഇന്നിതാ പയ്യന്നൂരെത്തി നിൽക്കുന്നു. പവിത്രമാണ് പയ്യന്നൂരിൻ്റെ മണ്ണ്. സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ, പയ്യന്നൂർ പവിത്രമോതിരത്തിൻ്റെ രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ നാട്ടിലേക്ക് തെരഞ്ഞെടുപ്പ് സ്പന്ദനങ്ങൾ അന്വേഷിച്ച് ഉറക്കെ ഉച്ചത്തിൽ നമുക്ക് കേൾക്കാം ജനങ്ങളുടെ ശബ്ദം. എന്താ പേര്? പ്രസാദ്. പ്രസാദ് പാർട്ടിയുടെ CPM-ന്റെ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ്. ലോക്കൽ കമ്മിറ്റി മെമ്പറാണ്. ഇതുവരെ ഇടത് കോട്ടയാണ് എന്ന് അവകാശപ്പെട്ടിരുന്ന മണ്ഡലമാണ് CPM-ഉം ഇടതുമുന്നണി. 2-3 തവണ കോൺഗ്രസിനെ അനുഗ്രഹിച്ച മണ്ഡലം, AKGയെ ലോക്സഭയിലേക്ക് അയച്ച മണ്ഡലം, ഇങ്ങനെ ഒട്ടേറെ സവിശേഷതകൾ. 64,000-ൽ നിന്ന് കഴിഞ്ഞ തവണ 6,000-ലേക്ക് വീണ ഭൂരിപക്ഷം സിറ്റിംഗ് MP-യുടെ ഈ കോട്ട ഇപ്പോഴും ഉറച്ചു തന്നെയാണോ? 100% ഉറപ്പാണ്. ഇന്ത്യയിലെ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നാണ് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം. ഏതാണ്ട് ഞങ്ങളൊക്കെ കണക്കൂട്ടുന്നേ 1,00,000-നും 1,50,000-നും ഇടയിൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഈ മണ്ഡലത്തിൽ വിജയിച്ചു വരുമെന്ന് തന്നെയാണ് ഞങ്ങളെല്ലാം കണക്കുകൂട്ടുന്നത്. വിജയിക്കുമെന്ന് തന്നെയല്ല, ഭൂരിപക്ഷം 1,00,000 കടക്കുമെന്നും അവകാശപ്പെടുന്നു. പേരെന്താണ് ചേട്ടൻ? AP നാരായണൻ. നാരായണേട്ടൻ കോൺഗ്രസിന്റെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിയാണ്. DCC സെക്രട്ടറിയാണ്. കുറെ നാളായി കോൺഗ്രസ് പരിശ്രമിക്കുന്നു. സ്ഥാനാർത്ഥികളെ ഒരുപാട് പേരെ മാറി മാറി പരീക്ഷിച്ചു, അങ്ങോട്ട് അടുക്കുന്നില്ല. ഇത്തവണ തീർച്ചയായും കോൺഗ്രസ് ജയിക്കും, UDF സ്ഥാനാർത്ഥി ജയിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. കാരണം ഇവിടെ നിങ്ങളുടെ പരിപാടി തന്നെ ഉറക്കെ ഉച്ചത്തിലാണ്. അത് മാത്രം ഇവിടെ പറയാൻ പറ്റില്ല. ഉറക്കെ ഉച്ചത്തിൽ പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം കാസർഗോഡ് പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ പയ്യന്നൂരിൽ പ്രത്യേകിച്ച് ഉണ്ട്. ഉറക്കെ ഉച്ചത്തിൽ അത് പറ്റൂല. അതാണ് ഞങ്ങളുടെ ഈ പരാജയത്തിന്റെ പ്രധാന കാരണം. ഇത്തവണ ഉണ്ടാവും, പക്ഷെ എന്നാലും ഞങ്ങൾ അതിനെല്ലാം അതിജീവിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. കാരണം ബൂത്തിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ സാധിക്കാത്ത ഒരു മണ്ഡലമാണ് പയ്യന്നൂർ, കല്യാശ്ശേരി ഉൾപ്പെടെയുള്ള ഈ കാസർഗോഡ് പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ ഏറ്റവും ഒരു ഞങ്ങൾക്ക് വിഷമം പിടിച്ച ഒരു മണ്ഡലം ഈ 2 മണ്ഡലം. ശരി, ഞാൻ തിരിച്ചു വരാം. ഉറക്കെ ഉച്ചത്തിൽ പറയാൻ പറ്റാത്ത എന്തൊക്കെയോ പയ്യന്നൂർ, കല്യാശ്ശേരി മണ്ഡലങ്ങളിലുണ്ട്. എന്റെ പേരെന്താ? K. രാഘവൻ. രാഘവട്ടാ, ഇവർ പറയും ഉറക്കെ ഉച്ചത്തിൽ പറയാൻ പറ്റാത്ത ചില കാരണങ്ങളുണ്ട് പയ്യന്നൂർ, കല്യാശ്ശേരി മണ്ഡലങ്ങളിൽ ബൂത്തിൽ പ്രവർത്തിക്കാൻ പറ്റാത്ത. ആ പറയുന്നതിൽ ഒരടിസ്ഥാനവുമില്ല. ഇവിടെ ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പ് നടക്കും. ഈ തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വീണ്ടും ജയിച്ചു വരും. അതിൽ ഒരു സംശയമില്ല. കുറഞ്ഞുകൊണ്ട് വരുന്നതിൽ പ്രശ്നമില്ല. ഇത്തവണ ഭൂരിപക്ഷം നല്ലവണ്ണം കൂടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. കോൺഗ്രസിനെ വിശ്വസിക്കാൻ പറ്റൂല. എപ്പാന്ന് BJP-ന്റെ പരം പോകുന്നു പറയാൻ പറ്റൂല. അങ്ങനെയാണ് കർണാടകത്തിന്റെ അനുഭവം പല സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഒരു ബദല്. ആഗോളവൽക്കരണ നയത്തിന് ബദൽ ഇടതുപക്ഷമാണ്. അതുകൊണ്ട് BJP-യെ പരാജയപ്പെടുത്തുക, ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തുക, അതാണ് ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്ന ഒരു പ്രസ്ഥാനം, ഇടതുപക്ഷ പ്രസ്ഥാനം. ഓക്കെ, ഞാൻ തിരിച്ചു വരാം. ഗോപി വക്കീൽ എവിടെ? ഗോപി വക്കീൽ പാർട്ടിയുടെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ്. ബ്ലോക്ക് പ്രസിഡന്റാണ്. BJP-യിലേക്ക് പോയിക്കളയും കോൺഗ്രസ്സുകാരെന്നാ പറയണത്. തികച്ചും തെറ്റായ ഒരു ആരോപണമാണത്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ 10-35 വർഷത്തെ കാലഘട്ടത്തിന് ശേഷം അവർ ഭരണം വിട്ടൊഴിയേണ്ടി വന്ന ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നും കൂട്ടത്തോട് ആൾക്കാർ BJP-യിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുന്നു. 60%-ലധികം വോട്ട് നേടി CPM-ന്റെ കുത്തക സ്റ്റേറ്റായി മാറിയ ത്രിപുര, അവിടെ കേവലം 1% വോട്ട് നേടി കഴിഞ്ഞ പ്രാവശ്യം ഒന്നുമല്ലാതിരുന്ന BJP ഇന്ന് 3/2 ഭൂരിപക്ഷത്തോടുകൂടി അവിടെ അധികാരത്തിൽ വരുന്നത് 60%-ഓളം CPM വോട്ടുകൾ മറിഞ്ഞ് 60%-ഓളം BJP വോട്ടുകളായി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇന്ന് ഐക്യജനാധിപത്യ മുന്നണി 20-20 സീറ്റ് നേടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഉള്ളത്. ശക്തമായ വിമർശനമാണ്. ഇപ്പോ പേരെന്താണ്? പ്രശാന്ത്. പ്രശാന്ത്, ഈ തെരഞ്ഞെടുപ്പിലെ വിഷയം, ചർച്ചാ വിഷയം അല്ലെങ്കിൽ അജണ്ട എന്തായിരിക്കും? പലതിങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന അജണ്ട എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ
ഒരു ഫാസിസ്റ്റ് ഭരണകൂടം നിലനിൽക്കുന്നു. ശരി, അത് തീർച്ചയായും ചർച്ച ചെയ്യപ്പെടും. ഒപ്പം തന്നെ കാസർഗോഡ് ഉൾപ്പെടെയുള്ള നിങ്ങളിപ്പോൾ കാഞ്ഞങ്ങാട് നിന്ന് വരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പെരിയ ഇരട്ട കൊലപാതകം ഉൾപ്പെടെ അതിശക്തമായ രീതിയിൽ രാഷ്ട്രീയ ഫാസിസം കേരളത്തിനകത്ത് നടക്കുന്നു. ഇതിൽ നിന്നൊക്കെ ഒരു വിടുതലിന്റെ ആവശ്യമുണ്ട്. ഇന്നത്തെ യുവജനങ്ങൾക്ക് തൊഴിലാവശ്യമാണ്. മറ്റ് പല പ്രക്രിയകളിലേക്കും നടക്കേണ്ടുന്ന ഒരു സമൂഹത്തെ പൂർണ്ണമായും രാഷ്ട്രീയ ഫാസിസത്തിലേക്ക് നയിക്കുന്നതിനെതിരായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. അത് കഴിഞ്ഞ വർഷം കാസർഗോഡ് മണ്ഡലത്തിലെ ഭൂരിപക്ഷം 6000-ആയി കുറച്ച ടി സിദ്ദീഖിനെ പോലുള്ള ആളുകൾ അത് മാറ്റം കൊണ്ടുവരും. ഈ കാസർഗോഡ് മണ്ഡലത്തിനകത്തും കുത്തക രാഷ്ട്രീയത്തിന്റെ അവസാനം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ജനാധിപത്യ വിശ്വാസി എന്ന നിലയിൽ പ്രതീക്ഷിക്കുന്നത്. ഞാൻ പറയാം പ്രശാന്തിലേക്ക് തിരിച്ചു വരാം. എന്താ ഇപ്പൊ തെരഞ്ഞെടുപ്പ് അജണ്ട 1-2 കണ്ടു. ദേശീയ തലത്തിലാണെങ്കിൽ നിലവിലുള്ള ഭരണം മാറ്റണം. പ്രാദേശിക തലത്തിലാണെങ്കിൽ ഇപ്പോൾ പറയുന്ന അക്രമ രാഷ്ട്രീയം അല്ലെങ്കിൽ കൊലപാതക രാഷ്ട്രീയം എന്നുള്ള സംഗതിയാവും ചർച്ച. എന്തായിരിക്കും തെരഞ്ഞെടുപ്പ് അജണ്ട ഇത്തവണ? തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോൾ നടപ്പിലായിക്കൊണ്ടിരിക്കുന്ന ഈ പ്രളയാനന്തര നവകേരള നിർമ്മിതിക്കായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും അത് ശബരിമല വിഷയത്തിൽ എടുത്തിട്ടുള്ള നിലപാടുകളും ഇടതുപക്ഷത്തിന് അനുകൂലമായി വരുന്നതന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാസർഗോഡ് മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ഉണ്ടായതിനേക്കാൾ വളരെയധികം ഭൂരിപക്ഷം കൂടും എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങളുള്ളത്. ഞാൻ തിരിച്ചു വരാം. എന്താ പേരെന്താ? എൻ്റെ പേര് ബാലൻ. ബാലൻ എന്താ തോന്നുന്നത്? ഈ അക്രമ രാഷ്ട്രീയമാണോ, ശബരിമലയാണോ, പ്രളയാനന്തര കേരളത്തിന്റെ നിർമ്മാണമാണോ, നവകേരള നിർമ്മാണമാണോ, കേന്ദ്രത്തിലെ ഭരണമാണോ? എന്തായിരിക്കും പയ്യന്നൂരിലെ വോട്ടർമാരെ സ്വാധീനിക്കാം? നിങ്ങൾ പറഞ്ഞ ഈ 3-4 വിഷയം ഈ അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നതാണ്. ഇപ്പോൾ ഒരു ഒരിക്കലും രാഷ്ട്രീയ പ്രവർത്തകന് വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത രീതിയിൽ അരാജകത്വമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ദേശീയ അടിസ്ഥാനത്തിൽ എടുത്തു കഴിഞ്ഞാൽ മോദി സർക്കാരിൻ്റെ കയ്യിലുള്ള അഴിമതി, കള്ളപ്പണം, കുംഭകോണം ഇതൊക്കെ ഇതിന് എതിരായിട്ടുള്ള ഒരു ശക്തമായ UDFന്റെ അതായത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDFന്റെ തിരിച്ചുവരവായിരിക്കും ഈ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാണാൻ പോകുന്നത്. ഞാൻ തിരിച്ചു വരാം. ഒരുപാട് ആക്ഷേപങ്ങൾ ഉയർന്നു കഴിഞ്ഞു. MP-യുടെ സാന്നിധ്യം ഈ മണ്ഡലത്തിൽ കാണാനില്ല. രാഷ്ട്രീയ പ്രവർത്തകർക്ക് സമാധാനമായിട്ട് വീട്ടിൽ കിടന്നുറങ്ങാൻ നിവൃത്തിയില്ല. അരാജകത്വമാണ്. ഇങ്ങനെയൊക്കെ ഇതിനെയൊക്കെ എങ്ങനെ നേരിടും? ഒന്ന് ഇവിടെ പറഞ്ഞതിൽ ഇവരൊന്ന് പെരിയ ഇരട്ട കൊലപാതകമാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. നമ്മളെല്ലാം അറിയേണ്ട ഒരു കാര്യം, കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കൊലപാതകം നടന്ന ഗ്രാമം ഈ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലാണ്. ആ ഗ്രാമത്തിന്റെ പേര് ചീമേനി എന്നാണ്. 5 പേരെയാണ് ഈ ഗാന്ധിയുടെ ശിഷ്യന്മാരെന്ന് പറയുന്ന കോൺഗ്രസ്സുകാര് ചീമേനി കൂട്ടക്കൊല 5 പേരെയാണ് കൊന്നു എന്ന് മാത്രമല്ല കൊന്നിട്ട് കത്തിച്ചു കളഞ്ഞു. ഇവിടെ നിങ്ങൾ അറിയേണ്ട ഒന്നുകൂടെ പറയട്ടെ. ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞൊരു നേതാവ് പെരിയയിൽ പോയില്ലേ? ചീമേനിയിൽ 5 പേരെ കൊലപ്പെടുത്തിയ കേസിലെ 2ാം പ്രതി എബ്രഹാം. ആ എബ്രഹാമിന് ആ കൊലപാതകം നടന്ന് 3 വർഷം കഴിഞ്ഞപ്പോ ഉമ്മൻചാണ്ടി ധനകാര്യമന്ത്രിയായപ്പോൾ പ്രൈവറ്റ് സെക്രട്ടറിയുടെ പണി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ കൊടുത്ത നേതാവാണ് ഉമ്മൻചാണ്ടി. ആ ഉമ്മൻചാണ്ടിയാണ് കാസർഗോഡും പയ്യന്നൂരും വന്നിട്ട് അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ട് പ്രസംഗിക്കുന്നത്. ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന നയമാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. ഏത് പാർട്ടി ആയിക്കോട്ടെ രാഘവേട്ട, ഇപ്പൊ പറയുന്നു കോൺഗ്രസ് പറയുന്നു ഞങ്ങളുടെ പ്രവർത്തകരെ കൊന്നുവന്ന്. അതിന് മറുപടിയായിട്ട് CPM പറയുന്നത് അതിനു മുന്നേ ഞങ്ങളുടെ ആൾക്കാരെ കൊന്നുവന്ന്. ആരുടെ ആൾക്കാരെ കൊന്നാലും ഇന്ന് ഈ സമൂഹത്തിൽ ഈ കാലഘട്ടത്തിൽ അക്രമവും കൊലപാതകവും കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിനെ എങ്ങനെ കാണുന്നു? ഈ മാർക്സിസ്റ്റുകാർ മാത്രമാണ് അക്രമകാരികൾ എന്നാണ് ഇപ്പൊ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അക്രമകാരികൾ അക്രമം നടത്തി കഴിഞ്ഞാൽ അത് അക്രമം എന്ന് പറയണം. പിന്നെ കോൺഗ്രസ് നടത്തുമ്പോൾ പരിശുദ്ധവും കമ്മ്യൂണിസ്റ്റുകാരുടെ പേരിൽ ഞാൻ ഈ അക്രമത്തെ ഞങ്ങൾ ന്യായീകരിച്ചിട്ടില്ല, തള്ളി പറഞ്ഞിട്ടുണ്ട്. അക്രമത്തിൽ പങ്കെടുത്തുകൊണ്ട് കേസിൽ വന്ന ആളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ ആരെയും പുറത്താക്കിയിട്ടുണ്ടോ? ആയില്ല. നേരത്തെ പറഞ്ഞ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇപ്പൊ ത്രിപുരയിലെ കാര്യം പറഞ്ഞു. ത്രിപുരയിൽ മാർക്സിസ്റ്റ് പാർട്ടിയോ LDFോ തോറ്റതിൽ കോൺഗ്രസിന് ഭയങ്കര സന്തോഷമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 45% വോട്ട് കോൺഗ്രസിന് അവിടെ കിട്ടിയിരുന്നു. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 1% വോട്ടാ കിട്ടീന് കോൺഗ്രസിന്. ആ വോട്ടോടെ പോയി. ഇവിടെ കേരളത്തിൽ നിയമമണ്ഡലത്തിൽ BJPയുടെ ഒരു MLA ഇവർ കഴിഞ്ഞ പ്രാവശ്യം 43,000 വോട്ടുണ്ടായിരുന്നു. ഈ തവണ 13,000 വോട്ടാണ് കോൺഗ്രസിന് അവിടെ ഉള്ളത്. എങ്ങനെയാണ് ജയിപ്പിച്ചത്? ഇവര് കോൺഗ്രസിന് അക്കൗണ്ട് ഉണ്ടാക്കി കൊടുക്കാനും BJPക്ക് അക്കൗണ്ട് ഉണ്ടാക്കി കൊടുക്കാനും അവരുടെ അംഗസംഖ്യ വർദ്ധിപ്പിക്കാനും അതുപോലെ കോൺഗ്രസിന്റെ MLA-മാരെ അവർക്ക് സംഭാവന ചെയ്യുവാനുമാണ് കോൺഗ്രസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യക്തമാണ്. ഉറക്കെ ഉച്ചത്തിൽ വീഴുന്ന 2 കാര്യം. ഇടതുപക്ഷത്തെ നിങ്ങൾക്ക് ശക്തമായിട്ട് വിശ്വസിക്കാം. ഒരാളും ഇതിന് മാറിപ്പോവില്ല. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം. മാർക്സിസ്റ്റുകാർ പ്രതികളാകുമ്പോൾ അത് അക്രമവും കോൺഗ്രസുകാർ അതേ മാർഗം സ്വീകരിക്കുമ്പോൾ അത് പരിശുദ്ധവുമാകുമോ? ഗോപിയൊക്കില്ലേ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എല്ലാ കാലത്തും എല്ലാ അക്രമത്തിനും കൊലപാതകത്തിനും എതിരാണ്. പക്ഷേ
ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും ഒന്നിക്കൽ അധികാരത്തിൽ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൽ ഒരു ദേശീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. മറ്റൊരു സ്റ്റേറ്റിലും പ്രതിപക്ഷങ്ങളെ അടിച്ചൊതുക്കുന്ന അല്ലെങ്കിൽ ജനാധിപത്യ വിരുദ്ധമായ ഒരു പ്രവർത്തനങ്ങളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയിട്ടില്ല. പക്ഷെ കേരളത്തിലും ബംഗാളിലും ത്രിപുരയിലും മാത്രമാണ് എല്ലാ കാലത്തും ജനാധിപത്യത്തെ അട്ടിമറിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷവും അധികാരത്തിൽ കടന്നു വന്നിട്ടുള്ളത്. അവിടെയൊക്കെ ബംഗാളിലും ത്രിപുരയിലും ജനങ്ങൾ CPMന്റെ ഏറ്റവും അക്രമത്തെ ഏറ്റവും വെറുത്തുകൊണ്ടാണ് അവസാനം മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അധികാരത്തിലേക്ക് കയറ്റി. അവിടെയും വരുന്ന ആരോപണം ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഇപ്പൊ ത്രിപുരയിൽ കിട്ടിയിരുന്ന വോട്ട് ഇപ്പൊ കോൺഗ്രസിനില്ല, അവിടെ ഇല്ലായിരുന്ന BJPക്ക് വോട്ട് കിട്ടി, അവർ അധികാരത്തിൽ വരുന്നു. ആക്ഷേപം നിങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ല, ഇടതുപക്ഷത്തെ വിശ്വസിക്കാമെന്ന്. 3-2, 4-3 ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ബംഗാളിൽ ഇന്ന് ത്രിപുരയിൽ അവരുടെ അവസ്ഥ എന്താണ്? കേവലം 18% വോട്ടിലേക്ക് അവര് താഴ്ന്നുപോയിരിക്കും. കോൺഗ്രസിന്റെ വോട്ട് BJPക്ക് പോയി എന്നാണ് ആക്ഷേപം. 3-2, 4-3 അധിക ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വന്ന ത്രിപുരയിൽ ഇന്ന് CPMന്റെ വോട്ട് 20% താഴെയാണ്. അവിടെ ആ വോട്ടുകൾ 3-2 ഭൂരിപക്ഷവും 4-3 ഭൂരിപക്ഷവും ത്തോടുകൂടി അധികാരത്തിൽ വരാൻ അവർക്ക് കിട്ടിയ വോട്ടിൽ എന്ന് പറഞ്ഞാൽ ഒരു 60-70% വോട്ടും BJPക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ 3-2 ഭൂരിപക്ഷത്തിലേക്ക് അധികാരത്തിൽ വരുന്നത്. കേവലം 20 സീറ്റുകളിൽ മാത്രം ഒരു തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ കഴിവുള്ള ഒരു പാർട്ടി 543 സീറ്റുള്ള ഇന്ത്യൻ പാർലമെന്റിൽ BJPയെ തകർക്കാൻ നമ്മളാണ് പറ്റുക എന്ന് പറഞ്ഞത് ആരെ ബോധ്യപ്പെടുത്താനാണ് എന്ന് എന്നെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടി നമുക്ക് ചോദിക്കാം. ഈ പറഞ്ഞതിലേക്ക് തന്നെ വരാം. ഈ BJPക്ക് സംഘപരിവാരത്തിന് ബദൽ കോൺഗ്രസ് ആണ് എന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ കോൺഗ്രസ് എവിടെയാണ്? എവിടെ നിന്നാണ് കോൺഗ്രസിന് സീറ്റ് കിട്ടുക? ഒന്ന് പറഞ്ഞാട്ടെ. ഉത്തർപ്രദേശിൽ കോൺഗ്രസ് ഉണ്ടോ? എവിടുന്നാ വരാൻ വേണ്ടി പോകുന്ന സീറ്റ് നിങ്ങൾ പറഞ്ഞാട്ടെ. ബംഗാളിൽ നിന്ന് കോൺഗ്രസ് സീറ്റ് ഇട്ടോണ്ട് പോകുന്നുണ്ടോ? 3 സംസ്ഥാന ഭരണം പിടിച്ച് നിൽക്കട്ടെ. 3 സംസ്ഥാനമാണ് ഇന്ത്യയിലെ 25 സംസ്ഥാനം ഉണ്ടായപ്പോ 25 സംസ്ഥാനവും അടക്കി ഭരിച്ച കേന്ദ്ര ഭരണവും കയ്യാളിയ പാർട്ടിയാ കോൺഗ്രസ്. ആ കോൺഗ്രസ് എവിടുന്നാ സീറ്റ് വരാൻ വേണ്ടി പോന്നെ? ഇവിടെ ലാലു പ്രസാദ് നേതൃത്വം അവിടെ ബദൽ വരുന്നത് ബീഹാറിൽ. ഇപ്പുറത്ത് മുലായം സിംഗിന്റെയും മറ്റേ മായാവതിയുടെയും പാർട്ടിയുടെ ബദലാണ് ഇപ്പുറത്ത് ഉത്തർപ്രദേശിൽ ഉയർന്നു വരുന്നത്. ഇവിടെ കർണാടകയിലടക്കം ജനതാദളിന് പിന്തുണക്കുന്ന ഗതികേടിലേക്ക് കോൺഗ്രസ് പോയി. അത് BJP ഭരണത്തിൽ നിന്ന് അകറ്റി നിർത്താൻ വേണ്ടിയായിരുന്നില്ല. അടുത്ത ചോദ്യം ഗോപി വക്കീൽ പറഞ്ഞു മറ്റേ ഞങ്ങളാണ് ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്. ഇവിടെ എന്തോ ഭീകരവാഴ്ചയാണെന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിക്കേണ്ടത്, ഇന്ദിരാഗാന്ധി കൊല ചെയ്യപ്പെട്ടപ്പോ ഇന്ത്യയിൽ കോൺഗ്രസ്സുകാർ കൊന്നൊടുക്കിയ സിഖുകാരുടെ എണ്ണം എത്രയാ? ജനാധിപത്യത്തെ കുറിച്ച് പറയുന്ന കോൺഗ്രസ് ഒന്ന് പറഞ്ഞാട്ടെ. കോൺഗ്രസ് കൊന്നൊടുക്കിയ സിഖുകാരുടെ എണ്ണം എത്രയാ? ഇപ്പൊ ഫാസിസത്തെ കുറിച്ച് പറയുന്നു. ഇന്ത്യയിൽ അർദ്ധ ഫാസിസ്റ്റ് ഭീകരവാഴ്ച നടപ്പിലാക്കിയ അടിയന്തരാവസ്ഥ ഇവിടെ പ്രഖ്യാപിച്ചതാരാ? അപ്പൊ ജനാധിപത്യത്തെ കുറിച്ച് പറയാൻ കോൺഗ്രസ് എന്താ അവകാശം? പിന്നെ നിങ്ങൾ നേരത്തെ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇവർ പറഞ്ഞെന്താ, ഈ കാസർഗോഡ് MP P കരുണാകരൻ ഇവിടെ കാണാനില്ല, കണ്ണും പൂട്ടി നടക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും. കാരണം ദേശീയ രാഷ്ട്രീയത്തിലടക്കം അറിയപ്പെടുന്ന നേതാവാണ് സഖാവ് P കരുണാകരൻ. ഈ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ വികസനത്തിന്റെ വിപ്ലവം സൃഷ്ടിച്ച ജനപ്രതിനിധി എന്ന് രാഷ്ട്രീയ എതിരാളികൾ പോലും സമ്മതിക്കുന്ന ഒരു നേതാവ്. ഇവിടെ ഇത് നിങ്ങൾ അപ്പുറം നോക്കിക്കഴിഞ്ഞാൽ പയ്യന്നൂർ ഓവർബ്രിഡ്ജ് ഉയർന്നു നിൽക്കിയെന്ന്, നീലേശ്വരം റെയിൽവേ ഓവർബ്രിഡ്ജ്, തൊട്ടപ്പുറത്ത് പടന്നക്കാട് ഓവർബ്രിഡ്ജ്, എത്രയെത്ര വികസന പ്രവർത്തനങ്ങൾ. ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേന്ദ്രീയ വിദ്യാലയങ്ങൾ പുതുതായിട്ട് അനുവദിക്കപ്പെട്ടത് കാസർഗോഡ് മണ്ഡലത്തിലാണ്. 7 കേന്ദ്രീയ വിദ്യാലയങ്ങൾ. കാഞ്ഞങ്ങാട് കാണിയൂർ റെയിൽപാത കാസർഗോഡ് മണ്ഡലത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു. കാഞ്ഞങ്ങാട് കാണിയൂർ റെയിൽപാത ഇതാ യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോകുന്ന പച്ചക്കൊടി വീശിക്കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ എണ്ണി പറയാൻ വേണ്ടി പറ്റും P കരുണാകരൻ MPയുടെ വികസന നേട്ടങ്ങൾ. ഞാൻ തിരിച്ചു വരാം. ഉറക്കെ ഉച്ചത്തിൽ മുഴങ്ങാണ് ജനങ്ങളുടെ ശബ്ദം. തിരിച്ചെത്താം. കൂടുതൽ വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. നിങ്ങളെന്താ കണ്ണും പൂട്ടിയാണോ വക്കീലെ നടക്കുന്നത്? ഈ MP നടത്തിയ പ്രവർത്തനങ്ങളൊന്നും നിങ്ങൾ കാണില്ല. പയ്യന്നൂർ റെയിൽവേ ഓവർബ്രിഡ്ജ് കേരളത്തിന്റെ UDFന്റെ നേതാവ് ശ്രീ E അഹമ്മദ് കേന്ദ്രമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലാണ് അതിന്റെ പ്രവർത്തനം മുഴുമിപ്പിക്കുകയും ഇവിടെ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയത് UDFന്റെ നേതാവ് എന്നുള്ള നിലയിലും കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിലും UPA ഗവൺമെന്റിലെ മന്ത്രി എന്നുള്ള നിലയിലും ശ്രീ E അഹമ്മദാണ്. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ 10-50ഓളം വണ്ടികൾ ഒന്ന് നിർത്താൻ പോലും ശ്രീ MPക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് MPക്ക്
സാധിച്ചിട്ടില്ല എന്നുള്ളത് അയാൾ ഞാൻ നേരത്തെ പറഞ്ഞ അയാളുടെ സാന്നിധ്യം ഇവിടെ ഇല്ല എന്നുള്ളതിന്റെ തെളിവായിട്ടാണ് ഞാൻ പറയുന്നത്. ഈ കരുണാകരൻ MP-യുടെ ഭരണ നേട്ടം അല്ലെങ്കിൽ MP ആയിരുന്ന കാലത്തുള്ള നേട്ടം എണ്ണി പറയുന്ന ലഘുലേഖയായിട്ടാണ് നിൽക്കുന്നത് ഇവിടെ. രാഘവട്ടം കൊണ്ടുവന്ന ലഘുലേഖ ഞാൻ കണ്ടു. ഇങ്ങനെ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് കാസർഗോഡ്, കാഞ്ഞങ്ങാട്, പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനുകളെ A ക്ലാസ് റെയിൽവേ സ്റ്റേഷൻ ഉയർത്തി. ഈ പറഞ്ഞ നേവൽ അക്കാദമിയുടെയും പെരിങ്ങോ CRPF കാര്യം പറഞ്ഞല്ലോ, പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനെ അടക്കം ഇതാ ഗ്രേഡ് വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെ എത്ര പ്രവർത്തനങ്ങള്. ഞാൻ പറയാം, ഈ MP ഇവിടെ കാണാനേ ഇല്ല എന്ന് പറയുന്നു. അക്രമ രാഷ്ട്രീയം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണെന്ന് പറയുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെ പോയി വോട്ട് ചെയ്യുക? ഇത് ഞാൻ പറയുന്നത് ഇപ്പോൾ ഗോപി വക്കീൽ പറഞ്ഞതിന്റെ ഭാഗമായി ഞാൻ പറയാം. നമ്മുടെ ബഹുമാനപ്പെട്ട പയ്യന്നൂരിന്റെ MP സഖാവ് T. ഗോപിനാഥൻ അന്തരിച്ചപ്പോൾ ആ അനുശോചന മീറ്റിംഗിൽ സഖാവ് ഗോപി വക്കീൽ പറഞ്ഞൊരു വിഷയം ഞാൻ എന്റെ മനസ്സിൽ ഇപ്പോൾ ഓർമ്മ വരിക. അദ്ദേഹം പറയാണ്, നമ്മുടെ നാട്ടിൽ അതായത് രാഷ്ട്രീയ ഭേദമന്യേ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു പ്രധാനപ്പെട്ട MP ആയിരുന്നു സഖാവ് ഗോപിനാഥൻ. എന്നാൽ ഗോപിനാഥന്റെ മുമ്പ്, മരണത്തിന് മുമ്പ് പറഞ്ഞത് പറയാണ്. അതുപോലെ P. കരുണാകരൻ MP യെ കുറിച്ചും അദ്ദേഹത്തിന്റെ ശേഷം പറയുമായിരിക്കും. പക്ഷേ ഞാൻ പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരനായ ഒരു MP അല്ലാതെ വേറെ ഏത് MP ഇവിടെ വന്നപ്പോൾ ഞാൻ രാമറായി മത്സരിച്ച് ജയിച്ചിരുന്നു. ഞങ്ങളുടെ കൂടെ ഇപ്പിരിക്കുന്ന കർണപ്പള്ളി രാമേന്ദ്രനെ ജയിപ്പിച്ചു വിട്ടിരുന്നു. കോൺഗ്രസ് MP ഉണ്ടായിരുന്നു. ആ MP കൂടെ നിങ്ങളെ പെടുത്തു. അല്ല, അതെന്തുകൊണ്ടാ അത് വന്നത്? ഞങ്ങളോടുള്ള പാരസ്പര്യം. ഞാനും ഇടക്കാലത്ത് മാറിയ ഒരാളായിരുന്നു. ഞാൻ ഇവരെ കൂടിയിരുന്നു ഫോർവേഡ് ബ്ലോക്കിന്റെ കൂടെ. അപ്പൊ കൂടിയപ്പോഴും ഇവര് ചെയ്ത പണിയൊന്നും ശരിയല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് മാറിയത്. അത് വേറെ വിഷയം. ഞാൻ പറയുന്നത് എന്ത് തന്നെ പറഞ്ഞാലും ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്ത് ഇടതുപക്ഷത്തിന് ഒരു ഇടമുണ്ട്. കോൺഗ്രസ് ആയാലും BJP ആയാലും സ്വാഭാവികമായും അവർ വരുന്നത് എനിക്കറിയാലോ, ഹൈക്കോടതി മാഷ് പറഞ്ഞൊരു വിഷയമുണ്ട്. ഞാൻ കോൺഗ്രസ് അറിയാൻ വേണ്ടി പറയുന്നതാണ്. എന്താണെന്നറിയോ, ഞാൻ കോൺഗ്രസ് ആയി തന്നെ മരിക്കണമെന്നാണ് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത്. പക്ഷെ എന്ത് ചെയ്യാം, സമ്മതിക്കില്ല. ഞാൻ മരിക്കുന്നതിന് മുമ്പേ കോൺഗ്രസ് മരിച്ചുപോയി. അതുകൊണ്ട് എനിക്ക് കോൺഗ്രസിൽ കൂടെ നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അഴീക്കോട് മാഷിന്റെ പാർട്ടിയുടെ ആളാണ് ഞാൻ AP നാരായണനോടും എൻ്റെ പ്രിയപ്പെട്ട ഗോപി വക്കീലിനോടും പറഞ്ഞ് വേഗം മാറി ഇങ്ങോട്ട് തന്നെ വന്നാൽ സ്വാഭാവികമായും ശശി വക്കീലിൻ്റെ മാതിരി ഒരിടം കിട്ടും, നമുക്ക് ഒന്നിച്ച് കൈകോർക്കാം. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ കാസർഗോഡ് ജില്ലക്കകത്ത് ഒരു നല്ല MP യെ, ഒരു നല്ല സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന്, ചെറുപ്പക്കാരൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് ഈ നമ്മുടെ കാസർഗോഡ് നിയോജക മണ്ഡലത്തിന് എല്ലാവർക്കും കൂടി ഒന്നിച്ച് കൈകോർക്കാം. ദേശീയ നിലവാരത്തിൽ അവരുടെ ആലോചന വരുന്നത് ഇല്ല എന്ന് പറയുന്നത്. പേര് കേട്ടില്ല. എൻ്റെ പേര് KM ബാലകൃഷ്ണൻ. ഞാനിപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് റെഡ് ഫ്ലാഗിന്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പറാണ്. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഇപ്പൊ പറഞ്ഞതെല്ലാം ഞാൻ സമ്മതിച്ചു. നല്ലൊരു സ്ഥാനാർത്ഥിയെ നിർത്തി വിജയിപ്പിക്കണം, ഇടതുപക്ഷത്തിനെ ശക്തിപ്പെടുത്തണം. പക്ഷെ കേന്ദ്രത്തിൽ ചെന്നാലുള്ള അവസ്ഥ എന്താ? ഒന്നുകിൽ ഏതെങ്കിലും പിന്നെ വടക്കേ ഇന്ത്യൻ പാർട്ടികളുടെ കൂടെ പോകണം. മിക്കവാറും കോൺഗ്രസിന് 100 സീറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കാനല്ലേ സാധ്യത? അല്ല, നമുക്ക് വേണ്ടത് ഒരു ചുമരുണ്ടാക്കലുണ്ട്. ആ സമയത്ത് നമുക്ക് ചുമരുണ്ടാക്കാം. ആ സമയത്ത് എങ്ങനെയെല്ലാം വെച്ച് കെട്ടണമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതുപോലെ തന്നെ ആ ശക്തികളും ആലോചിക്കും. ആ നിലക്ക് നമുക്ക് എല്ലാവർക്കും കൈകോക്കാം. കാരണം ഫാസിസം ഇവിടെ വളരെ ഗംഭീരമായി നമ്മൾക്കെതിരെ വരുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഇതല്ലാതെ വേറെ വഴിയില്ല. നമുക്ക് കേരളത്തിനകത്ത് വേണമെങ്കിൽ ഈ അല്പം ഒരു മത്സരാശ്രിതമായ കൊലപാതകമൊക്കെ പറഞ്ഞ് നമുക്ക് ചെയ്യാം. അതൊന്നും കൊലപാതകം ഒന്നിനും പരിഹാരമല്ല എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇതെല്ലാം പറഞ്ഞാൽ ഞാൻ ഇതിനൊക്കെ അനുഭവിച്ച ഒരാളാണ്. ഈ ഗോപി വക്കീലിന്റെ നേരത്തെ പറഞ്ഞ ബെന്നി എബ്രഹാമിന്റെ കൊത്ത് കിട്ടി ഇത് സ്യൂസ് കനാൽ വരച്ച ആശുപത്രി കിടന്ന ഒരാളാണ് ഞാൻ. ഒരു ഇരയും കൂടിയാണ് അക്രമ രാഷ്ട്രീയത്തിന്റെ. ഞാൻ തിരിച്ചു വരാം. ഞാനെത്താം. ഈ പിന്നെ കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞു, ഇത് കോൺഗ്രസ് മരിച്ചു കഴിഞ്ഞാൽ പാവത്തിന് കോൺഗ്രസ്സുകാരനായിട്ട് മരിക്കാൻ പോലും സമ്മതിക്കുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. അത് ഈ എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരുമെല്ലാം പൊതുവെ ഒരു ധാരണ ഇടതുപക്ഷത്തോടൊപ്പം ചേരുന്നതാണ് ശരി എന്നുള്ളൊരു പൊതുധാരണയുണ്ട്. അത് ഫാഷനാണ്. കാരണം അതാണല്ലോ ഇപ്രാവശ്യം ഞാൻ ചോദിക്കുന്നത്, ഈ രാജ്യത്ത് എന്ത് നടന്നാലും പ്രതികരിക്കുന്ന കുറെ എഴുത്തുകാരുണ്ട്, സാംസ്കാരിക നായകന്മാരുണ്ട്. പെരിയിലെ ഇരട്ട കൊലപാതകം നടത്തി ഒരൊറ്റ സാംസ്കാരിക നായകന്മാർ ഒരു അക്ഷരം മുണ്ടിയല്ലോ. ഇന്നലെ സഖറിയ എന്തോ പറഞ്ഞിട്ടുണ്ട്, ആരും പറയില്ല. കാരണം ഇടതുപക്ഷത്ത് അതാ ഞാൻ പറഞ്ഞത്,
ഉറക്കെ ഉച്ചത്തിൽ എന്നുള്ള നിങ്ങളുടെ മുദ്രാവാക്യം തന്നെ വിളിക്കാൻ ഈ പയ്യന്നൂരിലോ അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിലോ നമുക്ക് സ്വാതന്ത്ര്യമില്ലാത്തൊരു അവസ്ഥയാണിപ്പോ. കാരണം മിണ്ടിപ്പോയിക്കൂടാ, മിണ്ടിയാലടിയാന്ന്. കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് പുസ്തകം വായിക്കുന്ന ആളുകൾ, ചിന്തിക്കുന്ന മനുഷ്യര് കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. AP നാരായണൻ പറഞ്ഞത്. ഞങ്ങൾ എന്ത് ചെയ്യാൻ അതിന്? അതല്ല അതിന്റെ അർത്ഥം. സക്കറെ ഉൾപ്പെടെയുള്ള സാഹിത്യകാരന്മാർ പയ്യന്നൂരിൽ വന്നപ്പോ പോലും അദ്ദേഹത്തെ ആക്രമിക്കാൻ പോയി. നമ്മുടെ സഖാവ് അച്യുതാനന്ദൻ വന്നപ്പോ അച്യുതാനന്ദൻ സഖാവിനെ പോലും ആക്രമിക്കാൻ പോയ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു വിഷയം, എന്താ പേരെന്താ? പേര് രഞ്ജിത്ത്. ഉറക്ക ഉച്ചത്തിൽ മിണ്ടാൻ പോലും സമ്മതിക്കത്തില്ലെന്നാ പറയുന്നത്. എന്താ പയ്യന്നൂര് നടക്കുന്നത്? ഒരു തരത്തിലുള്ള പ്രശ്നവും ഇവിടെയില്ല. അവിടെ ഇങ്ങനെ ഈ നിൽക്കുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാർ എല്ലാ ദിവസവും പയ്യന്നൂർ നഗരത്തിൽ അവിടെ ഇവിടെയൊക്കെ എല്ലാ സ്ഥലത്തു നിന്ന് സാധാരണ നിലയിൽ സംസാരിക്കുകയും ഭക്ഷണം കഴിക്കുകയോ വീട്ടിലേക്ക് പോവുകയോ ചെയ്യുന്നവരാണ്. നേരത്തെ താങ്കൾ തന്നെ പറഞ്ഞു, കാസർഗോഡ് മണ്ഡലത്തിൽ നിന്ന് എന്തുകൊണ്ട് നിങ്ങൾ ഒരാളെ തെരഞ്ഞെടുത്ത് പറഞ്ഞയച്ചില്ല, ഒരു കോൺഗ്രസ് MP യെ തെരഞ്ഞെടുത്ത് പറഞ്ഞയച്ചില്ല എന്നുള്ള ചോദ്യമാണ് ഉന്നയിച്ചത്. ഞങ്ങൾക്ക് തിരിച്ചു ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, എന്ത് ധൈര്യത്തിലാണ് കോൺഗ്രസിന്റെ ഒരു പ്രതിനിധിയെ തെരഞ്ഞെടുത്ത് പറഞ്ഞേക്കുക? കോൺഗ്രസ് തന്നെ നിൽക്കുന്ന എന്ത് ഉറപ്പാണുള്ളത്? ഇന്ന് ഇന്ത്യൻ പാർലമെന്റിൽ 103 MP-മാർ, BJP-യുടെ 103 MP-മാർ പഴയ കോൺഗ്രസ്സുകാരായിരുന്നു. ഇത്തവണ ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ ഇന്ത്യയിൽ 80 കോൺഗ്രസിന്റെ MLA-മാരാണ് മറുകണ്ഠം ചാടി BJP-യായി മാറിയിരിക്കുന്നത്. തെരഞ്ഞെടുക്കപ്പെടുന്ന MLA-മാരെ സംരക്ഷിക്കാൻ വേണ്ടി ഗുജറാത്തിൽ നിന്ന് കർണാടകയിലേക്ക് കൊണ്ടുവന്ന് പ്രത്യേക റിസോർട്ടിൽ പാർപ്പിക്കേണ്ടി വന്നു കോൺഗ്രസിന് അഹമ്മദ് പട്ടേലിനെ ജയിപ്പിക്കാൻ വേണ്ടി, റാഞ്ചി കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി. കർണാടകയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, കർണാടകയിൽ ജനതാദൾ എന്ന് പറയുന്ന സഖ്യകക്ഷിക്ക് സ്വന്തം MLA-മാരെ പിടിച്ചു നിർത്താൻ റിസോർട്ടിലേക്ക് MLA-മാരെ കൊണ്ടുപോകേണ്ടി വരുന്നില്ല. പക്ഷെ കോൺഗ്രസിന്റെ MLA-മാരെ റിസോർട്ടിലേക്ക് കൊണ്ടുവരേണ്ടി വരുന്നു. അത്ര ഗതികേട്ടിലാണ് കോൺഗ്രസ്. രഞ്ജിത്തിലേക്ക് ഒറ്റ ചോദ്യം, ഇത്തവണ എന്തിനു വേണ്ടി CPM-ന് ഇടതുമുന്നണിക്ക് കാസർഗോഡ് വിജയിപ്പിക്കണം അല്ലെങ്കിൽ വോട്ട് ചെയ്യണം? ഒന്ന്, രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റിനെ താഴെ ഇറക്കണം. ഈ രാജ്യത്തിന്റെ ജനാധിപത്യ മതനിരപേക്ഷ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണം. ഒപ്പം തന്നെ ഒരു നവകേരളം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിലെ പിണറായി വിജയൻ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരുന്ന ഒരു ജനവിധിയാണ് ഈ മണ്ഡലത്തിൽ നിന്ന് ഉയർന്നു വരേണ്ടത്. ഞാൻ വരാം. കോൺഗ്രസിന് കുറെ നാളായിട്ട് കോൺഗ്രസ് ജയിക്കാത്ത മണ്ഡലമാണ്. പല ശബ്ദങ്ങളും ഉയർന്നു. എൻഡോ സൾഫാൻകാരുടെ രോദനം ഉയരുന്നുണ്ട് കാഞ്ഞങ്ങാട്ട്, ഞങ്ങളത് കേട്ടതാണ്. കോൺഗ്രസിന് എന്തിന് വോട്ട് ചെയ്യണം? കോൺഗ്രസിന് വോട്ട് ചെയ്യേണ്ടത്, ഇന്ത്യ രാജ്യം വലിയ തോതിലുള്ള മതേതരത്വ ഭീഷണിയെ നേരിടുക. ഈ വർഗീയ ശക്തികളെ കേന്ദ്രത്തിൽ നിന്ന് അധികാരത്തിൽ ഇല്ലാതാക്കാൻ. ഇപ്പോൾ ഇവിടെ ഇടതുപക്ഷത്തിന്റെ MP ജയിച്ചാലും ഇന്ത്യൻ പാർലമെന്റിൽ എത്തിയാൽ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന അവസ്ഥയാണ്. അതിനെ ചെയ്യാൻ കഴിയില്ലൂ. ഇവര് പറയും BJP-യെ ഇല്ലാതാക്കാൻ ഇടതുപക്ഷത്തിനെ സഹായിക്കണം. തെറ്റാണ് അത്. കാരണം എന്താ പറയാ, BJP-യെ ഇല്ലാതാക്കാൻ ഇടതുപക്ഷത്തിന് സാധ്യമല്ല. 3% വോട്ടാണ് ഇന്ത്യ രാജ്യത്ത്. ആ 3% വോട്ട് വാങ്ങിയിട്ട് എത്ര MP-മാരെ പാർലമെന്റിലേക്ക് പറഞ്ഞേക്കെ 8 9 MP-മാർ 10 MP-മാർ കിട്ടിയാൽ എങ്ങനെയാണ് BJP-യെ ഒറ്റപ്പെടുത്താൻ സാധിക്കുന്നത്? BJP-യെ ഒറ്റപ്പെടുത്തണമെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ആസേതു ഹിമാചലം ബൂത്ത് കമ്മിറ്റികളുള്ള ഒറ്റ പാർട്ടി കോൺഗ്രസ് ആണ്. താൽക്കാലികമായി ചില സമയത്ത് പരാജയപ്പെട്ടിട്ടുണ്ടാവും. പക്ഷേ ഈ സാഹചര്യത്തിൽ ഇടതുപക്ഷ മുന്നണി ഉൾപ്പെടെയുള്ള പ്രവർത്തകന്മാർ കോൺഗ്രസിന് വോട്ട് ചെയ്യണം. അങ്ങനെ കോൺഗ്രസിന് വോട്ട് ചെയ്താൽ ഇന്ത്യൻ പാർലമെന്റിൽ BJP-യെ പരാജയപ്പെടുത്താൻ കഴിയും. വളരെ വ്യക്തമാണ് ശബ്ദങ്ങൾ. BJP-ക്കെതിരായ ആക്ഷേപങ്ങൾ ധാരാളം ഉയർന്നു. നിർഭാഗ്യവശാൽ അവരെ പ്രതിരോധിക്കാൻ ആളുണ്ടായില്ല. CPM-ഉം കോൺഗ്രസും ഇടതുമുന്നണിയും ഐക്യമുന്നണിയും ഒരേ ശബ്ദത്തിൽ പറയുന്ന ഒന്നുണ്ട്, കേന്ദ്രത്തിൽ ഭരണമാറ്റം വേണമെന്ന്. പക്ഷേ അതിന് എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ കൃത്യമായി പറയുന്നു. ഇടതുപക്ഷത്തെ വിജയിപ്പിക്കണമെന്ന് ഇടതുപക്ഷം ആവശ്യപ്പെടുമ്പോൾ അത് മാത്രമാണ് ഒരു ശക്തമായ ബദൽ ഉണ്ടാവുമെന്ന് ഉറപ്പുവരുത്താനുള്ള മാർഗം എന്ന് ഇടതുപക്ഷം പറയുമ്പോൾ ഇല്ല, 3% വോട്ട് മാത്രമുള്ള ഇടതുപക്ഷം എങ്ങനെ കേന്ദ്രത്തിൽ BJP-ക്ക് ബദലാകും എന്ന ചോദ്യമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉയർത്തുന്നത്. ഉറക്കെ ഉച്ചത്തിൽ തുടരും. മറ്റൊരു വിഷയവുമായി വീണ്ടും എത്താം. നമസ്കാരം.